സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറെ ദിവസമായി, പക്ഷെ അതിന്റെ റീസൺസും കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബഹളമാണ്. അപ്പൊ അതിന്റെ കുറെ റീലൊക്കെ ഇറങ്ങേണ്ട ഒരു അമ്മച്ചിയാണ് ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ട് ഇൻസ്റ്റൊക്കെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചി നമുക്ക് ഇന്ന് പൊരിച്ചെടുക്കാം. പിന്നെ വേറെ കുറെ ടീംസ് ഉണ്ട്. എന്തായാലും വീഡിയോ നിങ്ങൾ എന്തായാലും ഫുൾ ആയിട്ടിരുന്ന് കാണണം. ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും ചെയ്തേക്കണം. അടുത്തൊരു ബെല്ല് വരും, അതുകൊണ്ട് ചെക്ക് ഓളാക്കി വെച്ചേക്കണം. എന്നാലും അടുത്ത എഴുതുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കാലം കിട്ടത്തുള്ളൂ. ഞാൻ ഇൻസ്റ്റയിൽ ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം, അവിടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കണം. വീഡിയോ എല്ലാം ഫുൾ ആയിട്ട് കണ്ടിട്ട്. അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവരും ലൈക്ക് അടിച്ചേക്ക്, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ആ ലാപ്ടോപ്പ് എല്ലാം കഴിവാണോ? നീ എന്തായി കാണിക്കുന്നത്? ലാപ്ടോപ്പിൽ നിറയെ വൈറസാ, അതുകൊണ്ട് ഡെറ്റോളും വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കുകയാണ്. അത് കണ്ടിട്ട് എനിക്ക് ചന്ദ്രനോട് സീരിയലിനകത്ത് അമൃത ചേച്ചി ഓർമ്മ വരിക. സാധാരണ പുള്ളിക്കാരിയാണല്ലോ ലാപ്ടോപ്പ് ഇട്ട് കഴുകി സോപ്പിട്ട് കഴുകിയിട്ട് വെയിലത്ത് കൊണ്ട് തുടക്കാൻ വെക്കുന്നത്. ഇപ്പൊ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, അമൃത ചേച്ചി കണ്ടുപഠിക്കുവാൻ തോന്നുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ആ എന്നെ ഗ്ലാമറാടാ നിന്നെ കാണാൻ. ഇപ്പൊ അവളെ നിന്റെ അടുത്ത് പറയാടാ, ഉറപ്പായിട്ടും. ഞാനൊരാണാണ്. ആണോ? ഇതോ എന്തായാലും വന്ന് അതിന് ഊക്കാനും പഠിച്ചിട്ടുണ്ട്. കഷ്ടം പാവം പഠിച്ച വിചാരിച്ചപ്പോ അവള് യെസ് പറയുമെന്ന്. അപ്പുറത്തുനിന്ന് കിട്ടിയതാ, ഞാൻ ഇങ്ങെടുത്തു. ഒരു വലിയൊരു അമ്മച്ചിക്ക് ഇന്നത്തേക്കുള്ളതായി, കോഴിക്ക് ഇന്നത്തേക്കിനുള്ളതായി. എന്തായാലും ആ അമ്മച്ചിയുടെ എല്ലും തോളിയെങ്കിലും ബാക്കി വെച്ചാ കൊള്ളായിരുന്നു. എന്നാലും ആരാടാ ഇതൊക്കെ പടച്ചു വിടുന്നത്? എനിക്കില്ല വേണ്ട. എന്താന്നറിയോ? കാരണം ഞാൻ കൊല്ലം കണ്ടിട്ടുണ്ട്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്നാണല്ലോ. എനിക്കില്ലം വേണ്ട. എന്താന്നറിയോ? കാരണം ഞാൻ കൊല്ലം കണ്ടിട്ടുണ്ട്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. അപ്പൊ ഈ വീഡിയോയുടെ ക്രിയേറ്റിവിറ്റിയുടെ ഒക്കെ കാര്യം പറയാൻ നല്ലതാണ്. എഐക്ക് എല്ലാം പറ്റും, മലയാള അക്ഷരം ഒഴിച്ച്. ഞാൻ പോയി മീൻ വാങ്ങിയിട്ട് വരാം. അമ്മച്ചി മീൻ വാങ്ങാൻ വേണ്ടി 615 മാത്രമേ പോകത്തുള്ളൂ, വേറെ ഒന്നിലും പോകത്തില്ല. നോക്കട്ടെ, ബാക്കി കണ്ടു നോക്കാം. അത് കേറ്റി എവിടെയെങ്കിലും തൊലയായിരുന്നാ നല്ലതായിരുന്നു. ദൈവത്തെ ഓർത്ത് ധൂമച്ചനെ പാട്ട് പാടി ആളുടെ അടുത്തോട്ട് ഇതൊന്നും കൊണ്ട് കാണിക്കൊന്നും ചെയ്യരുത്. ആ സ്പോട്ടി ഡെഡ് ആയി പോകും. അങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന നല്ല രസമുണ്ട്. ഒരു പാട്ട് വരെ മാറ്റിക്കളഞ്ഞ വെച്ച്. എന്തൊക്കെ ഇനി വരാൻ കിടക്കുന്ന ഇനി ആർക്കറിയാം. നമ്മൾ എങ്ങോട്ടാ ഈ പോകുന്നത് മോളെ? എങ്ങോട്ടെങ്കിലും പോകാം, ജീവിതം ആഘോഷിക്കണ്ടേ? അതേണ്ട കുടുംബശ്രീ അമ്മച്ചിമാരെല്ലാം എണ്ണം ഉണ്ട്. ആഘോഷിക്കണ്ടേ? പിന്നെ അല്ലാതെ ഇതൊക്കെ ഒരു രസമല്ലേ? പിന്നെ ഭയങ്കര രസമാണ്. ഈ പ്രായത്തിലും നമ്മളോടാ റോഡ് പോരെങ്കിൽ പറമ്പത്തൂടെ ഓടിക്കാം. പറമ്പിക്കൂടെ വണ്ടി ഓടിച്ചിട്ട് 4 എണ്ണത്തിന്റെ നാട്ടുകാര് പണി വിട്ടെന്നാ കേട്ടത്. അമ്മച്ചി, ഈ പൈനാപ്പിൾ ഒക്കെ തോട്ടത്തിൽ നിന്ന് പറിക്കുന്നതാണോ? അല്ല മോളെ, ഇതൊക്കെ ചൂണ്ടയിട്ട് പിടിക്കുന്നതാണ്. അമ്മച്ചി ഊക്കിയല്ലേ? അയ്യോ, ഏക്ക് വരെ ഇപ്പൊ ഊക്കാൻ അറിയാം. ഊക്ക് ചോദിച്ചു മേടിച്ചതെന്നാ എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോണ്ടിരിക്കാൻ നേരത്തെ ചില ഊക്ക് കിട്ടുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. എന്തായാലും വെച്ച് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന ഒത്തിരി വീഡിയോ എന്നിട്ട് നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല ഒത്തിരി വീഡിയോസ് ഉണ്ട്. എന്തുവാണെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ എന്തായാലും ഉപയോഗിച്ച് എന്തായാലും നല്ലതായിരിക്കും. അമ്മച്ചിയുടെ എല്ലാം പോയി. ജീവനെങ്കിലും തിരിച്ചു കിട്ടില്ല, അതെങ്കിലും ആലോചിച്ചിട്ട് സന്തോഷിക്കും. ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഇവരെ ആദ്യമേ ഒഴുക്കി അങ്ങ് വിടണമായിരുന്നു. ആ പ്രശ്നം അങ്ങ് മാറി കിട്ടിയേനെ. ചായക്കട തുടങ്ങാൻ താല്പര്യം ഉണ്ടേൽ തുടങ്ങിക്കോ മക്കളെ. നല്ല ചായ ഉണ്ടാക്കി കൊടുത്താൽ നല്ലവണ്ണം സമ്പാദിക്കാം. ഇതെല്ലാം എനിക്ക് എന്റെ ചായക്കടയിൽ നിന്ന് കിട്ടിയതാ. ഈ വീട് വെച്ച ചായ ഉണ്ടാക്കി കൊടുത്ത പൈസ വെച്ചാണോ? എല്ലു മുറിയെ ചായ അടിച്ചാൽ പല്ലു മുറിയെ ഡിഫൻഡറിൽ നടക്കാം. കണ്ടില്ലേ ചായ അടിച്ചുകൊണ്ട് എത്ര സമ്പാദിക്കാന്ന്? ഇവിടെ രാവിലെ തൊട്ട് ബോസിന്റെ തെറിയും കേട്ട് കഷ്ടപ്പെടുന്നതിനേക്കാൾ ആ മൗസ് എങ്ങനെ ഫോൺ ആയത്? എയുടെ ഒരു ക്രിയേറ്റിവിറ്റി അങ്ങേ അറ്റം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ഓണി നടത്തിയിട്ട് ഞാൻ ഒരു ചായ ഇടാൻ വേണ്ടി അങ്ങ് പോയി നിന്നേക്കാം. ഇതുപോലെ സമ്പാദിക്കാമല്ലോ. ടുട്ടുവിനെ ഗീവ് അവേ കൊടുക്കുക. വേണ്ടവർ 2 പേരെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. ഇന്ന വരെ ഒരു ഗീവ് അവേ പോലും കിട്ടാത്ത ഒരാളാണ് ഞാൻ. പിന്നെ ഇത് കിട്ടുമോ ഇനിയും? കഷ്ട റോബോട്ടിരുന്ന് കരയുന്നുണ്ട്. ആ പന്ന തള്ളച്ചിയെ കൊണ്ട് തോറ്റ്. ഡിനോസറോ? എന്തുവാണേലും പൂരപ്പറമ്പിൽ കൊണ്ടുപോകാൻ പറ്റിയ സാധനം തന്നെയാണ് ഡിനോസർ. കൊണ്ടുവന്ന് ചെന്നാൽ അങ്ങോട്ട് മതി. പിന്നെ ഒറ്റ ഓർമ്മത്തിന്റെ ജീവൻ പിന്നെ ബാക്കി കാണത്തു പോലും ഇല്ല. നിങ്ങൾ ഇത്രയും അധ്വാനിച്ചതിന്റെ ഫലമായി ഈ വാഴപ്പഴം കഴിക്കുമ്പോൾ സ്വയം അഭിമാനം തോന്നുന്നുണ്ടോ? അതിന് എന്റെ വാഴകളല്ല മോളെ, അപ്പുറത്തെ ദിവാകരന്റെയാണ്. ഞാൻ ടേസ്റ്റ് നോക്കാൻ വായ കിട്ടിയല്ലോ, ഇനി അങ്ങ് എണ്ണിച്ചു പോകും. എന്റെ പൊന്നപ്പൂപ്പ സ്വന്തമായിട്ട് വല്ലതും ഉണ്ടാക്കുന്നു, അല്ലാതെ അപ്പുറത്തെ വീട്ടില് അവന്റെ വാഴ എടുത്തിട്ടല്ല തിന്നേണ്ടത്. കൊച്ചനെ, നിന്റെ ബൈക്ക് ഒന്ന് എടുക്കുവാണേ. അമ്മാമ്മയുടെ കാജാബീടി തീർന്നു. വാങ്ങി പെട്ടെന്ന് വന്നേക്കാം.
ഓ അമ്മാമ്മയുണ്ട്, അമ്മാമ്മയുടെ ഒരു കാജാവീടുണ്ട്. ഇവരെ കൊണ്ട് തോറ്റല്ലോ. ഞാൻ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കം വല്ലതും വന്നപ്പോ അങ്ങനെ ഇതിനങ്ങനെ ഒഴുക്കി വിട്ടാൽ ഇതൊന്നും കാണണ്ടായിരുന്നു. ഹലോ ഗൈസ്, ആ നമ്മൾ ഇന്ന് സ്കൂളിലോട്ട് പോവാണ്. ഓക്കെ. 14 മൈൽ അപ്പുറയാണ് നമ്മുടെ സ്കൂള്. അപ്പൊ 6 മണിക്കേലും ഇറങ്ങിയാലേ 9 മണിക്ക് സ്കൂളിലെത്തും. രാവിലെ 6 മണിക്ക് ഇറങ്ങി 9 മണിക്കോ? നൈസ്. നമ്മൾ കല്ലും മുള്ളുമുള്ള 5 മൈൽ നടന്നു വന്നു. ഇനി ആ കാണുന്ന പുഴ കൂടെ നീന്തി കിടക്കണം. ഏത് പുഴ? ഇത് നല്ല അടിയൊഴുക്കുണ്ടെന്ന് തോന്നുന്നു. ഇനി ആ അങ്ങ് കാണുന്ന ചെന്നോ, ഇനി വലിയ ക്ലാസ്സിലോട്ട് മല ഇനി കേറിയാലും കൂടെ കേറി മതി. ഇറങ്ങിയ സ്കൂളെത്തും. മല കയറിയപ്പോ കിട്ടിയ മാങ്ങയാണ്. നല്ല പുളിയുണ്ട്. ഓ ഇനി ഒരു 2 മൈൽ. കുറച്ച് ഉപ്പും കൂടെ മഴ എടുക്കണ്ടായിരുന്നു. ചതിച്ച് നല്ലതായിരുന്നു. ഇന്ന് നല്ലപോലെ താമസിച്ചു. മാഷിന്ന് കൊല്ലും. അപ്പൊ വൈകിട്ട് കാണാം. ബൈ. ഇനിയിപ്പോ ഇത്രയൊക്കെ നനഞ്ഞ് നല്ല സ്കൂളിലോട്ട് വന്നതല്ലേ. ഇനി മാഷ് ഇപ്പൊ ഇനിയും സന്ധിക്ക് അടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വീഴും. ഇനി നല്ല മഴയൊക്കെ ആകുമ്പോൾ വീട്ടിൽ ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാനൊക്കെയാണ് സ്കൂളിൽ പോലും പോകത്തില്ലായിരുന്നു മഴയൊക്കെ ആയിരുന്ന സമയത്ത്. ഓ അതാരാ പുറകെ വരും? അയ്യോ ബുള്ളറ്റ് ഓടിച്ച് അതിന്റെ അകത്തോടെ അങ്ങ് വീണ്. ആ അടുത്ത അമ്മച്ചി ബുള്ളറ്റ് വരുന്നത്. ഓ തൊലഞ്ഞ് മറ്റേ കാജാ വീഡിയോ വേണ്ട, അമ്മച്ചി വല്ല ബുള്ളറ്റ് ഓടിപ്പിച്ച് ഇതുപോലെ വല്ല വീഴ്ത്തിയാൽ മതിയായിരുന്നു ചുമ്മാ. എന്തായാലും ഏയുടെ വീഡിയോസ് എന്തായാലും എല്ലാം കൊള്ളാം. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ കിടന്ന കൂടുതലും വരുന്നത് ഇതുപോലത്തെ റീലൊക്കെയാണ്. നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്ത് പറയുക വരുന്നുണ്ടെങ്കിൽ. നേരത്തെ പറഞ്ഞ പോലെ ഏയുടെ വീഡിയോസ് എന്തായാലും നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എന്തായാലും യൂസ് ചെയ്യും. ഇതുപോലത്തെക്കാണ് പിന്നെ വലിയൊന്നും കുഴപ്പമില്ല. പിന്നെ കുറെ ബാഡായിട്ട് കുറെ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതെനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇടായിരുന്നു, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ആയിരിക്കും. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇട്ടില്ല. അതുകൊണ്ട് അതൊന്നും കണ്ട് ദൈവത്തോട് ആരും ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. അപ്പൊ എല്ലാവരും വേറെ ആരും നോക്കുന്നത്, എല്ലാവരും എന്നെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതിൻ്റെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ല് വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഓൾ ആക്കി വെച്ചേക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്ത് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.